പശ്ചിമേഷ്യൻ സംഘർഷം നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഗസ ഇസ്രായേൽ യുദ്ധം അനന്തമായി തുടരുന്നു. വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നു. അതിനിടെ ഇസ്രായേൽ ഇറാനുമായി കൊമ്പ് കോർക്കുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ വെച്ച് ഹമാസിന്റെ മേധാവി ഇസ്മയിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതോടെയാണ് മേഖല സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് നീങ്ങിയത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അതിഗുരുതരമായി തുടരുന്നു. അതിനിടെ ലെബനനുമായും ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ലെബനൻ സായുധസേനയായ ഹിസ്ബുള്ള ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ നടത്തുന്നത്. ലെബനനുമായി ഇസ്രായേൽ നേരിട്ട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണം പോലെയല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. പുതിയ റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ നിറച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ എന്നാണ് റിപ്പോർട്ട്. അതാണ് ലെബനനുമായുള്ള യുദ്ധത്തിലേക്ക് കടക്കുമെന്ന ആശങ്ക ഉയർത്തുന്നത്. അതിൻ്റെ ഭാഗമായി നിലവിലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പുറത്താക്കാനുള്ള നീക്കത്തിലാണ് നെതന്യാഹു എന്നാണ് റിപ്പോർട്ടുകൾ. ഗാലന്റിനെ പുറത്താക്കി ഗീദോൻ സാർ എന്ന വലതുപക്ഷക്കാരനായ നേതാവിനെ പകരക്കാരനാക്കാൻ നെതന്യാഹു തയ്യാറാകുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ലെബനനുമായി ഒരു തുറന്ന യുദ്ധത്തെ എതിർത്തിരുന്നയാളായിരുന്നു ഗാലന്റ്. ഒപ്പം ഫിലാഡൽഫി ഇടനാഴി എന്ന ഈജിപ്റ്റ് ഗാസ അതിർത്തിയിൽ നിന്ന് പിന്മാറി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്നും ഗാലന്റ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. നെതന്യാഹുവിനെ പലപ്പോഴും തുറന്നെതിർത്തിട്ടുള്ള നേതാവാണ് ഗാലന്റ്. അതിനാൽ ഗാലന്റിനെ മാറ്റാനുള്ള നീക്കം നേരത്തെ തന്നെ നെതന്യാഹു തുടങ്ങിയിരുന്നു. ഗാലന്റിനെ മാറ്റുന്നതിലൂടെ തൻ്റെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന തീവ്ര വലതുപക്ഷത്തിൻ്റെ പിന്തുണ കൂടി ഉറപ്പാക്കാനാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ബന്ദി കൈമാറ്റ ചർച്ചകളെ പരസ്യമായി എതിർക്കുന്ന ഗീദോൻ സാറിനെ തൽസ്ഥാനത്ത് കൊണ്ടുവരാനാണ് നെതന്യാഹുവിൻ്റെ ശ്രമം. 2006 ഇസ്രായേലും ലെബനനും തമ്മിൽ ഒടുവിൽ ഒരു തുറന്ന യുദ്ധം ഉണ്ടാകുന്നത്. ആർക്കും വിജയമില്ലാതെ അവസാനിച്ച 34 ദിവസം നീണ്ട യുദ്ധത്തിൽ 1200 ലെബനീസ് പൗരന്മാരും 160 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായൊരു അന്ത്യമായിരുന്നില്ല അത്. പിന്നീട് പലപ്പോഴായി ഇരുവരും സംഘർഷത്തിൽ ഏർപ്പെട്ടെങ്കിലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. പിന്നീട് ആ സംഘർഷങ്ങൾക്ക് വർധനവുണ്ടാകുന്നത് 2023 ഒക്ടോബർ 7 ശേഷമാണ്. ഒക്ടോബർ 7 മുതൽ സെപ്റ്റംബർ 6 വരെ ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നിരവധി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ ആക്രമണങ്ങളിൽ 80% നടത്തിയത് ഇസ്രായേലാണ്. ഏകദേശം 646 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാകട്ടെ കുറഞ്ഞത് 32 ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള നേതാവ് ഫുവാദ് ഷുക്കറിനെ ഇസ്രായേൽ വധിച്ചതും കാര്യങ്ങൾ വഷളാക്കിയിരുന്നു. എന്നാൽ ഇരുവിഭാഗവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 25 മുൻകരുതൽ ആക്രമണമെന്ന പേരിൽ ലെബനനിൽ ഇസ്രായേൽ വ്യോമ സൈനിക നീക്കം നടത്തിയിരുന്നു. ഗസയിലെ ആക്രമണം പോലെ അത്ര ലളിതമായിരിക്കില്ല ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഏകദേശം 120,000-ഓളം സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ സിറിയയിലും ലെബനനിലുമായി ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഒപ്പം ഇറാന്റെ പിന്തുണയും സിറിയയിലും ഇറാഖിലും ഇറാനിലുമായി നിരവധി സായുധ സംഘടനകളും ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ മറ്റൊരു രാജ്യം കൂടി യുദ്ധക്കെടുതിയിൽ ഉലയുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം.